കൃഷ്ണനും കൂട്ടുകാരും പശുക്കിടാങ്ങളുമായി വനത്തിലേക്ക് തിരിച്ചു. കാട്ടിലെ പൂക്കളും കായ്കനികളും നുകർന്ന് അവർ ആനന്ദിച്ചു നടക്കുകയായിരുന്നു. എന്നാൽ ആ വനത്തിന്റെ ഒരു കോണിൽ മരണത്തിന്റെ നിഴലായി അഘാസുരൻ കാത്തിരിപ്പുണ്ടായിരുന്നു. തന്റെ സഹോദരങ്ങളായ പൂതനയെയും ബകാസുരനെയും കൊന്ന കൃഷ്ണനോട് പകവീട്ടാൻ കംസൻ അയച്ചതായിരുന്നു അവനെ. അഘാസുരൻ ഒരു കൂറ്റൻ മലമ്പാമ്പിന്റെ രൂപം സ്വീകരിച്ചു. 8 മൈലോളം നീളമുള്ള അവന്റെ ശരീരം കാട്ടിലെ ഒരു വലിയ കുന്നിന് സമാനമായിരുന്നു. അവൻ തന്റെ വായ പിളർന്നുകിടന്നു. ആ വായ ഒരു വലിയ ഗുഹ പോലെ തോന്നിപ്പിച്ചു. കളിച്ചു നടന്ന ഗോപബാലന്മാർ ഈ വലിയ ഗുഹ കണ്ടു അത്ഭുതപ്പെട്ടു. നോക്കൂ കൂട്ടുകാരെ, എത്ര മനോഹരമായ ഗുഹ! ഇതിനുള്ളിൽ കയറി നമുക്ക് ഒളിച്ചു കളിക്കാം, അവർ ആവേശത്തോടെ പറഞ്ഞു. അതൊരു ചതിക്കുഴിയാണെന്നറിയാതെ ഓരോരുത്തരായി ആ പാമ്പിന്റെ വായയ്ക്കുള്ളിലേക്ക് നടന്നുകയറി. അവർക്ക് പിന്നാലെ പശുക്കിടാങ്ങളും പോയി. കൃഷ്ണൻ അവരെ തടയാൻ ശ്രമിക്കുന്നതിനു മുൻപേ എല്ലാവരും ആ അസുരന്റെ ഉദരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ മാത്രം പുറത്തുനിൽക്കുന്നത് കണ്ട അഘാസുരൻ കൃഷ്ണനെയും കൂടി വിഴുങ്ങാനായി കാത്തിരുന്നു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒട്ടും ഭയമില്ലാതെ ആ പാമ്പിന്റെ വായയ്ക്കുള്ളിലേക്ക് നടന്നുകയറി. താൻ ആഗ്രഹിച്ച ഇരയുള്ളിലെത്തിയ സന്തോഷത്തിൽ അഘാസുരൻ തന്റെ വായ വലിച്ചടച്ചു. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. പാമ്പിന്റെ തൊണ്ടയിലിരുന്നുകൊണ്ട് കൃഷ്ണൻ തന്റെ ശരീരം അതിവേഗം വളർത്താൻ തുടങ്ങി. വിശ്വരൂപം പൂണ്ട കൃഷ്ണന്റെ വലിപ്പം താങ്ങാൻ അഘാസുരനായില്ല. അവന്റെ ശ്വാസതടസ്സം കൂടി വന്നു. രക്തക്കുഴലുകൾ വലിഞ്ഞുമുറുകി. ഒടുവിൽ സഹിക്കാനാവാതെ അസുരന്റെ തലയോട്ടി പിളരുകയും അവൻ പ്രാണൻ വെടിയുകയും ചെയ്തു. അസുരൻ മരിച്ചതോടെ കൃഷ്ണൻ തന്റെ കാരുണ്യപൂർണമായ നോട്ടം കൊണ്ട് ബോധരഹിതരായി കിടന്ന കൂട്ടുകാരെയും പശുക്കിടാങ്ങളെയും ഉണർത്തി. എല്ലാവരെയും കൂട്ടി കൃഷ്ണൻ ആ അസുരന്റെ ഉദരത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുവന്നു. ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. തിന്മയുടെ മറ്റൊരു രൂപത്തെക്കൂടി കൃഷ്ണൻ അതിജീവിച്ചു.